വയനാടിൽ നല്ല കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന അത്യാവശ്യം ഒരു ഫോറസ്റ്റ് ഫീലോടെ താമസിക്കാൻ പറ്റുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബഡ്ജറ്റ് റൂമുകൾക്ക് പുറമെ ഇവിടെ നല്ല ലക്ഷറി റൂമുകളുമുണ്ട്. അതല്ലാതെ മറ്റു ആധുനിക സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട്. ഒരു മെയ് മാസം 4ാമത്തെ ഞായറാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ഈ വീഡിയോയിൽ ഇവിടെയുള്ള മുറികളുടെ ചാർജ് അടക്കം ഇവിടെ ലഭ്യമാകുന്ന ഓരോ സൗകര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം, ഞങ്ങൾ ഇന്ന് വയനാടിൽ WoodRose റിസോർട്ടിലാണ്. വയനാട് മേപ്പാടിയിലാണ് ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ. ഒരു ചെറിയ റിസോർട്ടാണ്, കുറേ ഡീലക്സ് റൂമുകളും വുഡൻ ഹൗസുകളും ഒക്കെ ആയുള്ള ഒരു റിസോർട്ടാണ്. ഇതിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ വയനാട് മേപ്പാടിയിൽ PIO ഭവനിലെത്തി അവിടുന്ന് ഒരു 100 മീറ്റർ സ്റ്റീപ്പ് ക്ലൈംബ് ചെയ്ത് വന്നാൽ ഈ റിസോർട്ടിലെത്തും. റിസോർട്ടിൻ്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ള റിസോർട്ടാണ് വയനാട് കൽപ്പറ്റയിൽ മേപ്പാടി റോഡിലുള്ള WoodRose റിസോർട്ട്. ഒരു കുഞ്ഞ് റിസോർട്ടാണ്, പക്ഷെ വളരെ സ്വീറ്റ് ആണ്. എല്ലാത്തരം റൂമുകളും, അതായത് ലക്ഷറിയും ബഡ്ജറ്റ് റൂമുകളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇത് കൽപ്പറ്റ ടൗണിൽ നിന്ന് വളരെ ക്ലോസ് ആണ്. അതുമാത്രമല്ല, ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇതിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായും അത് ഉപകാരപ്രദമാവും. റിസോർട്ടിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നേരിട്ട് കോൺടാക്ട് ചെയ്ത് തന്നെ ബുക്ക് ചെയ്യുക. കാരണം ഓൺലൈൻ പ്രൈസിനേക്കാളും കുറഞ്ഞാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഇലക്ട്രിക് ബഗ്ഗി വരും. ആ ബഗ്ഗിയാണ് നമ്മളെയും നമ്മുടെ ലഗേജിനെയൊക്കെ റൂമിലേക്ക് കൊണ്ടുവന്ന്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം. അപ്പോൾ ഞങ്ങൾ ആ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തി. നല്ല മഴക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയതിന് ശേഷം മഴ പെയ്തു. നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഇവിടെ. നമുക്ക് മുമ്പിൽ തന്നെ ഇവിടെ നല്ലൊരു ഹിൽ വ്യൂ ഉണ്ട്, പിന്നെ ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ നല്ല ഒരു എൻവിറോൺമെൻ്റ് ആണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ കാസർഗോഡ്. അപ്പം നമ്മളിപ്പോൾ നമ്മളെ റൂമിൻ്റെ മുന്നിലെത്തി. ഒരു ചെറിയ സ്റ്റെയർസ് കയറിയിട്ട് വേണം നമ്മളെ റൂമിലേക്ക് പോകാൻ. നമ്മുടെ ഡ്രൈവർ നമ്മളെ ലഗേജൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. നമ്മളകത്ത് കയറി. സോ ഇതാണ് ഞങ്ങളെ സ്റ്റേ. ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂമാണ്. 4500 രൂപയാണ് ചാർജ് വരുന്നത്. ഓൺലൈൻ ആണെങ്കിൽ 5000 വരുന്നുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ 5000 എടുത്തിരുന്നു. സോ അതാ ഞാൻ പറഞ്ഞത്, ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിന് പകരം റിസോർട്ടിൽ വിളിച്ചിട്ട് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം റൂം ബുക്ക് ചെയ്യണമെന്ന്. 4500 രൂപയ്ക്ക് നല്ലൊരു ബഡ്ജറ്റ് സ്റ്റേ ആണ്. കാരണം ഇവിടെ റൂം നല്ല ക്ലീനാണ്, ബാത്റൂമും ഓക്കെയാണ്. അതുമാത്രമല്ല, നമുക്ക് ഈ റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അത് നല്ലൊരു രസം തന്നെയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ. മോള് വന്ന് പുറത്ത് ബാൽക്കണിയിൽ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകൾ കാണും കേട്ടോ. ആക്ച്വലി ഇപ്പോൾ കുറച്ച് വെയിലുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നല്ല രസമാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു മൗണ്ടെയിൻ വ്യൂ ഉണ്ട് ഇവിടുന്ന്. ഇവിടുത്തെ ബാൽക്കണിയാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണിത്. അങ്ങ് താഴെ അവിടെ പൂള് കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറമുള്ളൊരു വുഡൻ ഹൗസാണ്. അതിന് താഴെ ഒരു ഫോറസ്റ്റാണ്. നമുക്കിവിടെ മെയിൻലി കാണുന്ന നല്ല ഹിൽ വ്യൂ ആണ് കേട്ടോ. ഇവിടെ താഴെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇവിടുത്തെ ഗെയിം ഏരിയ ഉണ്ട്. അങ്ങനെയുണ്ട്. ആ ഫോറസ്റ്റിൽ മലയാളനൊക്കെ ഞങ്ങൾക്ക് ഇവിടുന്ന് കണ്ടു. അതുപോലെ നല്ല ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇവിടെ സൈഡിലായിട്ട് മറ്റു ഡീലക്സ് റൂമുകളുണ്ട്, ഒരു വുഡ് ഹൗസ് ഉണ്ട്. ഇപ്പോൾ ഇത് ഉച്ചയായി, നല്ല ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. ഇപ്പോൾ ഉച്ചക്ക് 2 മണിയായിട്ടോ. നോർമലി ഈ സമയത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാറില്ല. ബട്ട് ലുക്കത്തെ ക്ലൈമറ്റ് ഈ സമയം നല്ല ഷൂട്ട് ചെയ്യാൻ പറ്റിയ ടൈമാണെന്ന് എനിക്ക് തോന്നി. ഏകദേശം ഒരു വൈകുന്നേരം 6 മണിയും രാവിലത്തെയൊക്കെ ഫീലിംഗ് ആണ്. നല്ല മഴ പിടിച്ചു, മഴ പെയ്യുന്നു. ഹെവിയിലും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ഞാൻ വീഡിയോ എടുക്കാനാണ് വിചാരിച്ച്, പക്ഷെ പറ്റൂല, മഴ കൂടി. ബേസ് കാറ്റഗറിയിൽ പെടുന്ന ഈ 3 ഡീലക്സ് റൂമുകളുടെ താഴെ ഇങ്ങനെയുള്ള ഊഞ്ഞാൽ കെട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ, ഇങ്ങനെ മഴ ഉള്ള സമയത്ത് മഴ കൊള്ളാതെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ റൂമുകളൊക്കെ ഉള്ളത് ഇങ്ങനെയുള്ള പില്ലറിൻ്റെ മുകളിലാണ്. ഇത് മാത്രമല്ല, വുഡൻ ഹൗസും പില്ലറിൻ്റെ മുകളിൽ തന്നെയുള്ള. നോർമലി റിസോർട്ടുകളിൽ ഇങ്ങനെയുള്ള റൂമുകളെ പില്ലർ റൂംസ് എന്നാണ് പറയുന്നത്. ഇവിടെ നോർമൽ ഡീലക്സ് റൂമുകൾ, വുഡൻ റൂമുകൾ എന്നാണ് പറയുന്നത്. ശരിക്കും ഞങ്ങൾ 3 പേരും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഉച്ചക്ക് ഈ സമയം ഏകദേശം 2-2:30 ക്ലൈമറ്റ് കണ്ടിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ മഴ പെയ്തു. ഇനിയിപ്പോൾ അങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഐ ആം ഗോയിങ് ബാക്ക് ടു റൂം. ഈ കുറച്ച് ഈവനിങ് ആകുമ്പോൾ മഴ പോകും, അപ്പോൾ റെക്കോർഡ് ചെയ്യും. ഞാൻ റൂംസുകൾ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം ഇന്ന് ഒരു മെയ് മാസമായതുകൊണ്ട് ഫുൾ റഷാണ്. ബുക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ റൂമുകളും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല.
ബട്ട് പ്രൈസുകളൊക്കെ ഓരോ റൂമുകളുടെയും ഞാൻ പറയാൻ നോക്കും. എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഇപ്പം സമയം ഏകദേശം 4 മണിയായി. മഴ കുറേശ്ശെ മാറി. ഞാൻ വീഡിയോ എടുക്കാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കയറി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവിടുത്തെ ഓഫീസാണ്. ഓഫീസിൻ്റെ സൈഡിലായിട്ട് ഇവിടുത്തെ പാർക്കിംഗ് സ്പേസ് ആണ്. അപ്പോൾ ഇഷ്ടംപോലെ വണ്ടികളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്പേസ് ഉണ്ട്. സോ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും വേണ്ട. ഓഫീസ് റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അതിന് മുന്നിൽ കാണുന്ന ഈ വഴിയിലൂടെ നടന്നിട്ട് വേണം നമുക്ക് റിസോർട്ടിൻ്റെ പല സെക്ഷനിലേക്ക് എത്താൻ. സോ ഇവിടെയാണ് റൂമുകളും മറ്റുള്ള കാര്യങ്ങളും പിന്നെ ഗെയിം സെക്ഷൻസൊക്കെ ഈ വഴിയിലൂടെ കടന്നിട്ട് വേണം നമുക്ക് എത്താൻ. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന റൂം കേട്ടോ. ഡബിൾ ഡിലൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഓരോ റൂമുകൾക്കും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഡബിൾ ഡിലൈറ്റ്. ഈ ഡബിൾ ഡിലൈറ്റിന് എഫ് ആണ്. അങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഓരോ ആൽഫബറ്റ്സ് മാറി മാറി വരും. ഇവിടെ നിന്ന് 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. മുകളിലോട്ടാണ് റൂമുകളെല്ലാം വരുന്നത്, താഴോട്ട് നമ്മുടെ ഗെയിം ഏരിയയും പ്ലേ ഏരിയയൊക്കെ വരും. ഇവിടെ ബോർഡുണ്ട്. പിന്നെ വഴികളുടെ സൈഡിലൊക്കെ ആയിട്ട് ഫ്ലവേഴ്സും കുറേ ചെടികളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, കാണുമ്പോൾ ഒരു രസം. ചെറിയൊരു പാർക്കാണ്, കൂടുതൽ സൗകര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇവിടുത്തെ ഗെയിം സെൻറ്റർ. ഇവിടെയാണ് കുറേ ഗെയിംസും ജിം ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതിലാ മൂന്നാമതുള്ളത് അതാണ് ഞങ്ങളെ റൂം. ഇൻഡോർ ഗെയിം ഏരിയയുടെ നേരെ പുറത്താണ് ഇവിടുത്തെ ഷട്ടിൽ കോർട്ട് വരുന്നത്. ഇവിടുത്തെ ഏക ഔട്ട്സൈഡ് ഗെയിം ആക്ടിവിറ്റി ഇത് മാത്രമാണ് കേട്ടോ, വേറൊന്നുമില്ല. ഈ ഗെയിം ഏരിയൻ്റെ സൈഡിലായിട്ടാണ് ഇവിടുത്തെ പൂൾ ഏരിയ. പൂളിൽ ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ട്, അതുപോലെ തന്നെ ഗെയിം ഏരിയയിൽ ഒരു ഫാമിലി ഉണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങോട്ട് പോയില്ല. കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ നോക്കും. ഇപ്പോൾ ഞാൻ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇത് റൂമിലേക്ക് പോകുന്ന വഴിയാണ്. വന്നതിന് ശേഷം ഒട്ടും വിശ്രമിച്ചിട്ടില്ല, കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ ആ കാണുന്ന വുഡൻ ഹൗസ്, പ്രീമിയം വുഡൻ ഹൗസിന് അപ്പുറത്തുള്ളതും ഇപ്പുറത്തുള്ളതും ഇവിടുത്തെ പ്രീമിയം ഡീലക്സ് റൂമുകളാണ്. ഇത് ഇവിടുത്തെ 2ാമത്തെ കാറ്റഗറി ഓഫ് ഡീലക്സ് റൂംസാണ്. ഇതിനും ഒരു പേര് കൊടുത്തു വെച്ചിട്ടുണ്ട്, ഗോൾഡ് ബ്ലഷ് ഡി ആൽഫബറ്റ്. ഈ 3 ഇവിടുത്തെ ബേസ് കാറ്റഗറി റൂംസ്. നോർമൽ ഡീലക്സ് AC റൂംസ്. അതിൽ ആ 3ാമത്തേതിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. പൂളിന് നേരെ താഴെ കാണുന്ന 2 റൂംസുകളും പിന്നെ ഇതും ഞങ്ങളെ റൂമിൻ്റെ നേരെ സൈഡിലുള്ള ഈ ഒരു റൂമും ട്വിൻ പൈൻ വുഡൻ റൂമുകളാണ്. ഇവിടുത്തെ ഏറ്റവും പ്രീമിയം കാറ്റഗറി റൂമുകളാണ്. 2നും സെപ്പറേറ്റ് ആയ ഡോറുണ്ട്, സെപ്പറേറ്റ് റൂംസാണ്. ഈ 2 ട്വിൻ പൈൻ വുഡൻ റൂമുകളും 2 അല്ല 3 കോട്ടേജുകളുണ്ട്. ട്വിൻ പൈൻ വുഡൻ കോട്ടേജുകൾ. അതിൽ 2 ഈ താഴെ കാണുന്ന പൂളിൻ്റെ സൈഡിൽ കാണുന്ന 2 2 വീക്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട്. സോ ഇറ്റ്സ് വെരി ഫ്രഷ്. മോളും ഇവിടെ സൈക്കിളുണ്ട്, സൈക്കിള് ഓടിക്കണ്ടേ? എന്തേ പണി പാടുന്നെ? നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയില്ലേ? നമുക്ക് വീട്ടിലില്ലേ? പിന്നെന്ത് പ്രശ്നം? ടയറാ? ഇവിടെ 2 സെക്ഷൻ ഉണ്ട് കേട്ടോ, കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. നോർമലി എല്ലാ റിസോർട്ടിലും ഇത് ഉണ്ടാവുന്നതാണ്, ഇവിടെ ഉണ്ട്. പക്ഷേ നോർമലി എല്ലാ റിസോർട്ടിലും ഇല്ലാത്ത ഒരു കാര്യമാണ് ഷവർ ഏരിയ. ഇവിടെ ഒരു ഷവർ ഏരിയ ഉണ്ട് കേട്ടോ, പൂളിൻ്റെ സൈഡിലായിട്ട്. കുളിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി കുളിക്കാൻ തോന്നിയാൽ നമുക്ക് ആ ഷവർ ഏരിയ ഉപയോഗിക്കാം. ഈ വുഡൻ ഹൗസ്, നമ്മളെ പൂളിൻ്റെ സൈഡിലുള്ള വുഡൻ ഹൗസിൽ നിന്ന് വ്യൂ കിട്ടുന്ന ഡയറക്റ്റ് ആ ഫോറസ്റ്റിലേക്കാണ് കേട്ടോ. ഒരു നല്ല കാടാണ്, അത്യാവശ്യം ഡെൻസായൊരു ഫോറസ്റ്റാണ്. ഇതൊരു ഗെയിം ഏരിയ മാത്രമല്ല, ഇവിടെ ജിം മെഷീൻസും ഉണ്ട്. ചെയ്തോ? അങ്ങനെ എൻ്റെ മോളും ജിം എക്സസൈസ് തുടങ്ങി. അങ്ങനെ ഒന്നിച്ചാൽ പോരാ, ഇങ്ങനെ എടുത്ത് മേലോട്ട് പോകണം. താക്ക അത്ര താക്കണ്ട. നോർമലി എല്ലാ റിസോർട്ടുകളിലും ജിം മെഷീൻസ് 1 or 2 ഉണ്ടാവും. ഇവിടെ അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് കേട്ടോ ജിമ്മിൻ്റെ. പിന്നെ കുറേ സൈസ് ഡംബൽസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതൊന്നും ഞാൻ അധികം റിസോർട്ടുകളിൽ കാണാറില്ല അങ്ങനെ. പിന്നെ ഗെയിംസ് ആയിട്ട് ഈ ഒരു ക്യാരംസ്,
ടേബിൾ ടെന്നീസ്, പിന്നെ ഷട്ടിലിൻ്റെ പുറത്താണ് കേട്ടോ കളിക്കേണ്ടത്. ഷട്ടിലൂടെ കളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ, ഷട്ടിൽ. അങ്ങനെയുള്ള ഈ 3 ഐറ്റംസ് എനിക്ക് കാണാനുണ്ട് ഇവിടെ. പിന്നെ ഈ ഉള്ളതെല്ലാം നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്, വളരെ ഫ്രഷ് ആൻഡ് ന്യൂ സ്റ്റൈലിൽ തന്നെ ഇതിവിടെ ഉണ്ട്. മോളു ആര് ജയിച്ചു ക്യാരംസിൽ? ആര് ജയിച്ചു ക്യാരംസിൽ? ആര് ജയിച്ചു ക്യാരംസിൽ? ആരും ജയിച്ചിട്ടേ? കളിക്കാൻ തുടങ്ങിയുള്ളൂ. പിന്നെ ഇവിടുത്തെ മറ്റൊരു കാര്യം, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ്, വർക്കിംഗും ആണ്. ഞങ്ങൾ ഫുഡ് വരാൻ പറഞ്ഞത്, ടൈം പറഞ്ഞാൽ ആ ടൈമിൽ എത്തിക്കും, മെനു കാണിച്ചു തരും, അതിന് അനുസരിച്ച് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ 8 മണിക്ക് വരാൻ പറഞ്ഞു. ഇപ്പോൾ തൽക്കാലത്തേക്ക് 6:45 ആണ് ടൈം. ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് സ്നാക്സ് പറഞ്ഞിട്ടുണ്ട്, അത് റൂമിൽ എത്തിക്കാമെന്ന് പറഞ്ഞു. സോ നമ്മൾ റൂമിലേക്ക് പോവുകയാണ്, അവിടത്തേക്ക് അത് വരും. സോ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുന്നത് കേട്ടോ, ഫ്രഞ്ച് ഫ്രൈസ്. എത്ര ഇതിന്? 200 രൂപ അല്ലേ? ഇത്രയും ഐറ്റത്തിന് 200 രൂപയാണ്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ 6 തരം റൂമുകളാണുള്ളത്. അതിൽ ബേസ് കാറ്റഗറി റൂം, നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്ന ബേസ് കാറ്റഗറി റൂമിന് 4500 രൂപയാണ്. അതിൽ 2 അഡൽട്ടും 1 ചൈൽഡും വരും. അതിനുശേഷം വരുന്നത് സുപ്പീരിയർ ഡീലക്സ് റൂമാണ്, അതിന് 5000 രൂപയാണ്, അതും 2 അഡൽട്ടും 1 ചൈൽഡും. പിന്നെ വരുന്നത് പ്രീമിയം വുഡൻ റൂമാണ്, അതിന് 6500 രൂപയാണ്. അത് 2 അഡൽട്ടും 1 ബങ്ക് ബെഡും കൂടി കിട്ടും. 2 കുട്ടികൾ അലൗഡാണ് അതിൽ. അപ്പോൾ ടോട്ടൽ 4 ആൾക്കാർ അലൗഡാണ്. പിന്നെയുള്ളത് പൈൻവുഡ് ഡീലക്സ്, അതായത് 3 പൈൻവുഡ് ഡബിൾ വുഡൻ റൂംസ് ഉണ്ട് ഇവിടെ. അതിൽ 1 ഞങ്ങളുടെ സൈഡിലുള്ള ഒന്നും പഴയതാണ്, പിന്നെ 2 എണ്ണം താഴെയുള്ളത്, 2നും ചാർജ് വേറെ വേറെയാണ്. ഈ സൈഡിലുള്ള നമ്മുടെ സൈഡിലുള്ള റൂം കുറച്ച് പഴയ റൂമിന്, പഴയ കോട്ടേജിന്, അതിന് 11500 രൂപയാണ്. അതായത് അതിൽ 2 റൂംസ് ഉണ്ടാവും. അപ്പോൾ ടോട്ടൽ 4 പേര് 2 കുട്ടികൾ അതിൽ അലൗഡാണ്. 11500 രൂപയാണ് അതിന് വരുന്നത്. പിന്നെയുള്ളത് ഒരു ട്വിൻ റൂമുണ്ട്, വെറും 6000 രൂപയുടെ, അതായത് 1500 രൂപ ഒരാൾക്ക് വരുന്ന ഒരു ട്വിൻ റൂമുണ്ട്. ട്വിൻ ബെഡ്റൂം, അകത്തുനിന്ന് 2 ബെഡ്റൂം ആയിട്ടാണ് അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരാൾക്ക് 1500 രൂപ, മിനിമം 4 പേര്, അപ്പോൾ ഒരു 6000 രൂപ മിനിമം ഉള്ള ഒരു കോട്ടേജാണത്. പിന്നെയുള്ളത് സുപ്പീരിയർ പ്രീമിയം പൈൻവുഡ് റൂമാണ്, ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് റൂമാണ്. ഞാൻ നേരത്തെ പൂളിൻ്റെ സൈഡിൽ കാണിച്ച പൈൻവുഡ് ഡബിൾ റൂം വുഡൻ റൂംസ് ആണത്. അത് ഇവിടുത്തെ ഏറ്റവും കോസ്റ്റ്ലി റൂമാണ്. അതിന് 15000 രൂപയാണ് വരുന്നത്. അതിൻ്റെ 2 റൂമിലും 2 കുട്ടികളെയും അലൗഡാണ്. അപ്പോൾ അഡൾട്ട്സ് 2ഉം 2 കുട്ടികളും, മറ്റുള്ള റൂമിലും മറ്റേ റൂമിലും 2 അഡൾട്ടും 2 കുട്ടികളും, ടോട്ടൽ 4 ആൾക്കാരും 4 കുട്ടികളും അലൗഡാണ്. അതാണ് ഇതിൽ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് റൂം, 15000 രൂപയുടെ ഏറ്റവും കോസ്റ്റ്ലിയസ്റ്റ് റൂം. എക്സ്ട്രാ പേഴ്സണിന് പെർ ഹെഡ് 500 കൊടുക്കേണ്ടി വരും. അത് നെഗോഷ്യബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് റിസോർട്ടിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അവരത് ഡിലീറ്റ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുണ്ടെങ്കിൽ അത് 500 രൂപ എക്സ്ട്രാ വരും, 500 + GST എക്സ്ട്രാ വരും. ഈ പറഞ്ഞ റേറ്റുകളൊക്കെ, ഞാൻ പറഞ്ഞ റേറ്റുകളൊക്കെ ഹോട്ടൽ റേറ്റ് ആട്ടോ. ഡയറക്റ്റ് ഓൺലൈൻ പോകുമ്പോൾ ചിലപ്പോൾ ഇതിന്ന് കൂടുതൽ വരും. ഇത് ഞാൻ പറഞ്ഞതൊക്കെ ഇവിടുന്ന് ഡയറക്റ്റായി കിട്ടിയ റേറ്റുകളാണ്. ഫുഡ് വന്നു കേട്ടോ, കറക്റ്റ് 8 o'clock ഷാർപ്പ് ഫുഡ് എത്തി. ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു, പിന്നെ ഒരു ചില്ലി ചിക്കൻ, ഒരു ചിക്കൻ 65, പിന്നെ 4-5 ചപ്പാത്തിയും വാങ്ങിച്ചു. നമ്മൾ 2 പേര് ഒരു കുട്ടിയാണല്ലോ, ഇത്രയും മതി. എത്ര ബാക്കി ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതിന്ന് ഏകദേശം ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കപ്പാസിറ്റി വെച്ച് നമ്മൾ ഓർഡർ ചെയ്താ കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹെവി ഫുഡിങ് ആയിരുന്നു. ഇതിന് മുമ്പ് ഇന്നലെയും ഒരു റിസോർട്ടിൽ സ്റ്റേ ആയിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കോഴിക്കോടിലായിരുന്നു. അപ്പോൾ ഈ ഒരു വീക്ക് ഫുൾ ഫുഡിങ് ആയിരുന്നു. അപ്പോൾ ഹെവി ഫുഡാണ്. ഇപ്പോൾ ഇന്ന് കുറച്ച് കുറക്കണം എന്ന് വിചാരിച്ചു, എങ്കിലും ഉണ്ട് അത്യാവശ്യം. രാത്രിത്തെ ഡിന്നർ കഴിച്ചതിന് ശേഷം ഒന്ന് പുറത്തിറങ്ങി നൈറ്റ് വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്യാമെന്ന് കരുതി. ഞാൻ ഇപ്പോൾ വന്നത് വേറൊരു കാര്യം കൂടി പറയാനാണ്. എല്ലാ റിസോർട്ടുകളിലും കിട്ടുന്ന ഒരു ക്യാമ്പ് ഫയർ ഉണ്ടല്ലോ, രാത്രി ക്യാമ്പ് ഫയർ ഇവിടെ ഉണ്ട്. പക്ഷേ അതിന് പ്രത്യേകമായ റേറ്റ് കൊടുക്കണം. ഈ പറഞ്ഞ പാക്കേജിലൊന്നും ഇൻക്ലൂഡ് അല്ല ക്യാമ്പ് ഫയർ. അതായത് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് വരുന്നതാണെങ്കിൽ ആ ഗ്രൂപ്പിന് ക്യാമ്പ് ഫയർ ഒരുക്കുന്നതിന് ചാർജ് 1500 ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ് ബുക്ക് ചെയ്ത് 1500 രൂപ കൊടുത്തിട്ട് നമുക്ക് ഗാങ്ങിന് ആ ഒരു ഗ്രൂപ്പിന് ഇപ്പോൾ 2 പേരാണെങ്കിലും 6 പേരാണെങ്കിലും ചാർജ് ഒന്നാണ് 1500. അത് കൊടുത്തിട്ട് വേണം നമുക്ക് ക്യാമ്പ് ഫയർ അവർ ഒരുക്കി തരാം.
മോർണിംഗ്. വാവ്, നല്ല മഞ്ഞ കേട്ടോ പുറത്ത്. അങ്ങോട്ടേക്കൊന്ന് കാണിച്ചേ, നല്ല മഞ്ഞാണ്. ആ മലയൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുക അല്ലേ? ഏകദേശം ഒരു മോർണിംഗ് 5:30 ആയിട്ട്, രാവിലെ 5:30 5:45 ആയി. അപ്പോഴാണ് ഈ സിറ്റുവേഷൻ. അതങ്ങ് ദൂരത്തായതുകൊണ്ട്, ഫോഗ് അങ്ങ് ദൂരത്തായതുകൊണ്ട് എത്രത്തോളം ഭംഗിയിൽ നമുക്ക് ഈ വീഡിയോയിൽ ഈ ക്ലാരിറ്റിയിൽ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബട്ട് ഇതൊന്ന് കാണുമ്പോൾ നല്ല ഒരു ഭംഗി കേട്ടോ. ആക്ച്വലി ഇവിടെയൊക്കെ ഉണ്ട് ഫോഗ്, പക്ഷേ നമ്മളെ വീഡിയോയിൽ അത് അങ്ങനെ ക്ലിയറായി വരുന്നില്ല. അങ്ങ് ദൂരം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ഇവിടെ കാണുന്ന ഈ സോളാർ പാനലില്ലേ, ഇവിടെ നിന്നാണ് ഈ റിസോർട്ടിലേക്കുള്ള കംപ്ലീറ്റ് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 7:30 ആയി. നോക്ക്, നേരത്തെ നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ ഫോഗാണ്. ഈവൻ താഴെയുള്ള ആ വുഡൻ ഹൗസ്, പൈൻ വുഡൻ ഹൗസ് കവേർഡാണ് ഫോഗ്. മൂടൽ മഞ്ഞ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ഫുള്ള് മഞ്ഞാട്ടോ, ഇവിടെയൊക്കെ മഞ്ഞാണ്. വീഡിയോയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന് അറിയില്ല. ആക്ച്വലി എന്നോട് ഈ റിസോർട്ടിൽ ഏത് റൂമാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഏത് കോട്ടേജാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ പൈൻവുഡ് തന്നെയാണ് കേട്ടോ. ഈ പൂളിൻ്റെ അടുത്തുള്ള പൈൻവുഡ് 1 ആൻഡ് പൈൻവുഡ് 2. കാരണം അത് ആ ഫോറസ്റ്റിൽ തന്നെ ഇറങ്ങി നിൽക്കുന്ന പോലെ തോന്നും. കാരണം അത് ഏറ്റവും ക്ലോസ് ആണ്, പ്രോക്സിമിറ്റിയാണ് ഫോറസ്റ്റിൽ നിന്ന്. പിന്നെ അത് വ്യൂ, ആ ഡ്യൂവും, പിന്നെ അത് മാത്രമല്ല ഹിൽ വ്യൂ ഒക്കെ മനോഹരമായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളെ റൂം കുറച്ച് ഹൈറ്റിലാണ്, ഇതത്ര ഹൈറ്റില്ല എങ്കിലും ഇവിടെ നിന്നാണ് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നത്. കോസ്റ്റ്ലിയാണ്. 2 ഫാമിലി വരുന്നുണ്ടെങ്കിൽ അത് ബഡ്ജറ്റായിരിക്കും. അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. കാരണം രണ്ട് റൂംസ് ഉണ്ട്. അപ്പോൾ 2 റൂം സെപ്പറേറ്റ് റൂമുകൾ ആവശ്യമില്ല ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ. സോ അത് നമ്മൾ നോക്കണം. രാവിലെ 8 o'clock മുതലാണ് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവർ ഓരോ ദിവസം ഓരോ മെനു അവർക്കുള്ളത്. അപ്പോൾ ഇന്ന് പറയുമ്പോൾ മൺഡേ മോർണിംഗ് അവരുടെ മെനു എന്ന് പറയുന്നത് പുട്ടും കടലയും പിന്നെ ഇടിയപ്പം അതൊക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം. മോളു, എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടത്? കഴിക്കാൻ എന്ത് വേണ്ടത് രാവിലെ? എന്തെങ്കിലും മതിയാ? എന്നാൽ എന്തെങ്കിലും ഉണ്ടാവും. ബാ കം. 11 മണിക്കാണ് ചെക്കൗട്ട് ടൈം. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോവുകയാണ്. ഞങ്ങളെ ലഗേജ് എല്ലാം കാറിൽ കൊണ്ടുവന്ന് വെച്ചു. സോ ഇനി നേരെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകും, കാസർഗോഡിലേക്ക് പോകും. സോ എവരിവൺ ബൈ. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. താഴെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സോ ഞങ്ങൾ പോവുകയാണ്. ബൈ.